നമസ്കാരം. റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. അർജൻറ്റീനയുടെ വേൾഡ് കപ്പിനുള്ള ട്രെയിനിങ് ക്യാമ്പ് കാൻസസ് സിറ്റിയിൽ ആരംഭിച്ചു. ഇന്നലെയാണ് ആരംഭിച്ചത്. ഇന്നലെ എന്ന് പറയുമ്പോൾ നമുക്ക് ഇന്ത്യൻ സമയം ഇന്ന് പുലർച്ചെയാണ് അവരുടെ ട്രെയിനിങ് സെഷൻ നടന്നത്. അവിടെ ഉച്ചതിരിഞ്ഞ് ട്രെയിനിങ് നടത്താനാണ് അദ്ദേഹം സ്കലോനി തീരുമാനിച്ചത്. അതുകൊണ്ടാണ് ഇങ്ങനെ നമുക്കിന്ന് പുലർച്ചെ എന്ന് പറയുന്നത്. പിന്നെ ആദ്യ സന്നാഹ മത്സരത്തിന് മുമ്പ് 5 ട്രെയിനിങ് സെഷനുകളാണ് കോച്ചിന് ലഭിക്കുക. അതിൽ നിന്ന് വേണം സന്നാഹ മത്സരത്തിനുള്ള ടീമിനെ തിരഞ്ഞെടുക്കാൻ. അതോടൊപ്പം തന്നെ പല താരങ്ങളും പരിക്കിൻ്റെ പിടിയിലാണ്. അപ്പോൾ കൃത്യമായ ചില മുന്നറിയിപ്പുകൾ താരങ്ങൾ കൊടുത്തിട്ടുണ്ട്. 100% ഫിറ്റ്നസ് ഇല്ലെങ്കിൽ ടീമിൽ നിന്ന് കട്ടാവും. അപ്പോൾ ഈ ഒരു സാഹചര്യം മുൻകൂട്ടി കണ്ടുകൊണ്ട് തന്നെ ചില താരങ്ങളെ ഇപ്പോൾ റിസർവായിട്ട് പോസിബിൾ ആബ്സെൻസ് പ്രതീക്ഷിച്ചുകൊണ്ട് ചില താരങ്ങൾ പുറത്താകുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെ കോച്ചിങ് സ്റ്റാഫ് ചില താരങ്ങളെ റിസർവായിട്ട് പരിഗണിച്ചിട്ടുണ്ട് എന്നാണ് റിപ്പോർട്ട്. അതായത് 26 അംഗ സ്ക്വാഡിൽ ഇല്ലാത്ത താരങ്ങൾ സാന്റിയാഗോ ബെൽട്രൻ, അഗസ്റ്റിൻ ഗിയെ, നിക്കോളാസ് കപ്പാൽഡോ, നിക്കോളാസ് ഡൊമിംഗസ്, മാത്യോ സുലെ, മാക്സിമോ പെറോൺ, എമിലിയാനോ ബ്യൂണ്ടിയ. ഈ താരങ്ങൾ എപ്പോഴും ടീമിലേക്ക് ജോയിൻ ചെയ്യാൻ റെഡിയായിരിക്കാൻ നിർദ്ദേശം ലഭിച്ചവരാണ്. സോ എന്തും സംഭവിക്കാം എന്നുള്ളൊരു സ്ഥിതിവിശേഷം അവിടെയുണ്ട് എന്നർത്ഥം. അർജൻറ്റീനയ്ക്ക് അടുത്ത സന്നാഹ മത്സരമുണ്ട്. അത് ടെക്സസിൽ വെച്ചിട്ടാണ്. ആ ഒരു മത്സരത്തിന് വേണ്ടി അവർ വെള്ളിയാഴ്ച അങ്ങോട്ടേക്ക് ട്രാവൽ ചെയ്യും. സാറ്റർഡേ ആണ് അവരുടെ ആദ്യ മത്സരം. ദെൻ ഹോണ്ട്രാസുമായിട്ടാണ് ആ ഒരു കളി നടക്കുക. അതായത് അതിന് മുന്നോടിയായിട്ടുള്ള ട്രെയിനിങ് സെഷനുകൾ പുരോഗമിക്കുന്നു. പരിക്കിൻ്റെ പിടിയിൽ പ്രധാനമായിട്ട് ഇപ്പോൾ ആശങ്കയുള്ളത് ലിയാൻഡ്രോ പെരേഡസിൻ്റെ കാര്യം, അതോടൊപ്പം തന്നെ ഗോൾ കീപ്പർ എമിലിയാനോ മാർട്ടിനസിൻ്റെ കാര്യവുമാണ്. ഇപ്പോൾ എസ്റ്റാബൻ എഡൂലും അതുപോലെ തന്നെ ഡിയേഗോ മോൺട്രോയിഗും അവർ രണ്ടുപേരും ESPN ജേർണലിസ്റ്റുകളാണ്. അവർ റിപ്പോർട്ട് ചെയ്യുന്നത് ഇങ്ങനെയാണ്: കോച്ചിങ് സ്റ്റാഫ് ക്ലിയർ മെസ്സേജ് എല്ലാ താരങ്ങൾക്കും കൊടുത്തിട്ടുണ്ട്. അതായത് ഈ 2 ആഴ്ച, വേൾഡ് കപ്പിലുള്ള ഈ 2 ആഴ്ച വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ക്ലോസ്ലി താരങ്ങളുടെ കണ്ടീഷൻസ് അവർ മോണിറ്റർ ചെയ്യും. മെസ്സേജ് വളരെ സിമ്പിളാണ്: എനിവൺ ഹൂ ഈസ് നോട്ട് ഫിസിക്കലി ഫിറ്റ് റിസ്ക് ബീയിങ് കട്ട് ഫ്രം ദി സ്ക്വാഡ്. ആരാണോ ഫിസിക്കലി ഫിറ്റ് ആവാതിരിക്കുന്നത് ആ താരത്തെ സ്ക്വാഡിൽ നിന്ന് ഒഴിവാക്കും എന്നുള്ള മെസ്സേജ് വളരെ ക്ലിയറായിട്ട് കൊടുത്തിട്ടുണ്ട്. ഈ ഫ്രണ്ട്ലി മത്സരങ്ങൾ പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കാൻ വേണ്ടി കോച്ച് ഉപയോഗിക്കും. ട്രെയിനിങ് സെഷൻസ് എക്സ്ട്രീംലി ഡിമാൻഡിങ് ആയിരിക്കും. സ്കലോനി ഏതായാലും എല്ലാ താരങ്ങളെയും അവരുടെ മാക്സിമം കൊടുക്കാൻ വേണ്ടി പുഷ് ചെയ്യാൻ പോവുകയാണ് എന്നാണ് ഇപ്പോൾ റിപ്പോർട്ട് വരുന്നത്. ഏതായാലും ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ 2 മത്സരങ്ങൾ ഹോണ്ട്രാസിനെതിരെ, ഐസ്ലൻഡിനെതിരെ, ആ കളികൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് കഴിയുമ്പോഴേക്കും താരങ്ങൾ ഫുള്ളി ഫിറ്റ് ആവുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. അതല്ലെങ്കിൽ പിന്നെ ഹാഷ് ആയിട്ടുള്ള ഡിസിഷൻസ് എടുക്കേണ്ടി വരും. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് എത്താം.